അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ കോഡിങ്ങിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. അതായത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്ന വിശ്വസിക്കുന്നു ഗൈസ് കേട്ടോ. മേ ബി അതെൻ്റെ അന്നത്തെ ചാനലിലാണ് ഗൈസ് ക്രിയേറ്റ് ആയത്. ഗൈസ് വെയിറ്റ്. ഓക്കെ കറക്റ്റാണ്. അപ്പോൾ അന്നത്തെ ചാനലിലാണ് ക്രിയേറ്റ് ആയത് ഗൈസ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് ഞാൻ കോഡിങ്ങിനെ കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. അതായത് എല്ലാവർക്കും അറിയാം 2 മാസം വെക്കേഷൻ ആയിട്ടിരിക്കുകയാണ്. 2 മാസം വെക്കേഷൻ ആയിട്ട് തന്നെ കുട്ടികളുടെ പഠിത്തത്തിനൊക്കെ ആ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇനി കുട്ടികൾക്ക് ഗിറ്റാർ ക്ലാസ് അതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെയൊക്കെ നമുക്കൊരു കോഡിങ് ആയാലും അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കോഡിങ് ആഗ്രഹിച്ചിരിക്കുന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ആഗ്രഹിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പോൾ ഗൈസ് ആദ്യം തന്നെയാണ് കോഡിങ്ങിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ. ജാവ, HTML, CSS ഈ 3 കാര്യങ്ങളും ഉൾപ്പെടുത്തിയാലേ നമ്മളുടെ ഈ ഒരു കോഡിങ് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ജാവ, CSS, കോഡിങ് അല്ല HTML. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഉറപ്പായിട്ട് തന്നെ പഠിച്ചിരിക്കണം. കാരണം എന്താ പറയുക, ലൈക്ക് അതിൻ്റെ കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട്. അതായത് ഈ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്കിപ്പോൾ ഞാൻ കുറച്ച് വെബ്സൈറ്റ്സ് ഇപ്പം തന്നെ പറയാം കേട്ടോ. ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു, ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തോ മിസ്റ്റേക്ക് വന്ന് ഇങ്ങനെ സ്ക്രീനായി കേട്ടോ. ഞാൻ 2ാമത്തെ ഷൂട്ടാണ് കേട്ടോ. അതായത് ഈ ലോങ് വീഡിയോ ആണ് ഇപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും 7:30 തുടങ്ങിയ വീഡിയോ ആണ്. ഞാനൊരു 7:45 ആകുമ്പോൾ നോക്കിയപ്പോൾ വീഡിയോ ഫുള്ള് പോയി. 2ാമത്തെ ഷൂട്ടാണ് അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് CSS, ജാവ, HTML ഇത് പഠിക്കണമെന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളുടെ കുട്ടികൾ ഇത് 5ാം ക്ലാസ് മുതൽ പഠിക്കുകയാണ്. അപ്പോൾ 5ാം ക്ലാസ് മുതൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ബേസിക്സ് നിങ്ങളുടെ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഈ കോഡിങ് എന്താണ്, കോഡിങ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് കോഡിങ്, ഇല്ലെങ്കിൽ കോഡിങ് കൊണ്ട് എന്താണ് ഉപയോഗം, കോഡിങ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം, കോഡിങ് ഉപയോഗിച്ച് നമുക്ക് ആപ്സ്, ഗെയിംസ്, വെബ്സൈറ്റ്, ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാമോ? അപ്പോൾ യെസ്, ക്രിയേറ്റ് ചെയ്യാം. ബിക്കോസ് കോഡിങ് ഈസ് എ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ലാംഗ്വേജ്. അതായത് കോഡിങ് എന്ന് പറയുന്ന എല്ലാം ടൈപ്സ് ഓഫ് ലാംഗ്വേജ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു പിക്ചർ എന്ന് വെച്ചെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് എടുത്തു. ഈ ഒരു ബുക്ക് എടുത്ത ശേഷം ഇപ്പോൾ ഈ ഒരു ബുക്ക് ഇപ്പോൾ ഈ ഒരു പിക്ചർ ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു പിക്ചറിൻ്റെ ഇവിടെ, അതായത് ഈ ഒരു വണ്ടി ഇപ്പോൾ എനിക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു കോഡ് കൊടുത്തു. അവിടെ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു, കോഡ് അവിടെ എൻ്ററായി, വണ്ടി മൂവായി. അടുത്ത കോഡ് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ബാഗ് എല്ലാം താഴെ വീഴുന്നു. 2ാമത്തെ കോഡ് ഞാൻ ഓപ്പൺ ആക്കി, ബാഗെല്ലാം താഴെ വീണു. 3 ഇപ്പോൾ വണ്ടി ഇവിടെ റിവേഴ്സ് വരുവാണ്. ഞാൻ 3ാമത്തെ കോഡ് എൻ്റർ ചെയ്തു, വണ്ടി റിവേഴ്സ് വന്നു. അങ്ങനെ എനിക്ക് കുറേ ഇപ്പോൾ എന്താ പറയുക, ഈ സ്നാപ്പ് കണ്ടോ. എനിക്കിപ്പോൾ വേണമെങ്കിൽ എനിക്കിപ്പോൾ 5ാമത്തെ കോഡ് ഞാൻ എൻ്റർ ചെയ്ത ഈ ഒരു തല, അതായത് നമ്മുടെ തല റൊട്ടേറ്റ് ആവും, മനുഷ്യനെ മൂവ് ചെയ്യാൻ പറ്റും, ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, വെഹിക്കിൾസിനെ മൂവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു AI ഇൻഡിവിജ്വൽ പാരഗ്രാഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കാർട്ടൂൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഗെയിംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾസ് ഇൻഡിവിജ്വൽസ് കൺട്രോൾസ് കോഡിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഇത് പറയുന്നത്. ഞാൻ വെബ്സൈറ്റ്സ് പെട്ടെന്ന് പറഞ്ഞു പോവാം. ലവ്ലി ഉണ്ട്, lovely.in, പിന്നെ കർസർ.in. 2 വെബ്സൈറ്റ്സ് ആണ് നല്ലത്. ഞാൻ ഉപയോഗിക്കുന്നത് കർസറാണ്. കർസറിനകത്ത് ഇച്ചിരി കൂടുതൽ പഠിക്കണം, അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, ആഴത്തിൽ പഠിക്കണം ഗൈസ്. അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കേണ്ട, അത് നിങ്ങളുടെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ലവ്ലി ആണ് ഗൈസ് ഏറ്റവും നല്ലത്. കാരണം lovely.in നിന്ന്
സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ലവ്ലി ഡോട്ട് ഇൻ ഗൂഗിളിനകത്ത് അങ്ങ് സെർച്ച് ചെയ്യുമ്പോൾ ഒരു ബോക്സ് ഓപ്പൺ ആവും, പാരഗ്രാഫ് ബോക്സ് ഓപ്പൺ ആവും. അപ്പോൾ ഈ പാരഗ്രാഫ് ബോക്സ് ഓപ്പൺ ആകുമ്പോൾ തന്നെ അവിടെ സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാം. അതായത് ഒരു പിക്ചറിൽ ഉൾപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും അവിടെ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത ശേഷം എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്ത ശേഷം ഈ ഒരു പിക്ചർ ക്രിയേറ്റ് ആവും. ഈ പിക്ചറല്ല, നിങ്ങളുടെ കുട്ടി ആഗ്രഹിക്കുന്ന പിക്ചർ അവിടെ ക്രിയേറ്റ് ആവും. ഇനി എക്സ്ട്രാ എന്തെങ്കിലും കോഡിംഗ് ലാംഗ്വേജ് എന്തെങ്കിലും ഉൾപ്പെടുത്തി ആ ഒരു പിക്ചറിലുള്ള ഐറ്റംസ് വീഡിയോ ആക്കി എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു കോഡ് നമ്മൾ കൊടുത്തെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾസ് ഓഫ് കോഡ്സ് വഴി നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് ആ ഒരു വലിയൊരു പ്രത്യേകത എനിക്ക് പറയുന്നുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു കാറ് മൂവ് ചെയ്യാനുള്ള ഒരു കോഡ് ഞാൻ കൊടുത്തു. കാറ് മൂവായി കേട്ടോ. കാർ സ്പീഡിലുള്ള മൂവായി. എനിക്ക് പാട്ട് പ്ലേ ചെയ്യാനുള്ള ഒരു കോഡ് കൊടുത്ത പാട്ട് പ്ലേ ആവും കേട്ടോ. ഓക്കെ, പിന്നെ ഒരു വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഒരു ബുക്കിൻ്റെ ഒരു വെബ്സൈറ്റ് www.vijay.in എന്ന്, അല്ലെങ്കിൽ www.vishnu.in ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കൊടുത്താൽ ഇതിന് എനിക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊരു എൻ്റെ ബുക്കാണ് വിചാരിച്ചോ. ഈ ബുക്ക് വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു ബുക്കിൻ്റെ പാരഗ്രാഫ് ഫുള്ള വെബ്സൈറ്റിൽ ഇരിപ്പുണ്ട്. ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ വെബ്സൈറ്റിൽ പോയ ഉടനെ എൻ്റെ 1000 കണക്ക് ബുക്സ് ആ ഒരു വെബ്സൈറ്റിനകത്ത് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ബുക്ക് പബ്ലിഷ് ആണെങ്കിൽ നിങ്ങൾക്കത് ഇപ്പോൾ ആ ഒരു ബുക്ക് പ്രിൻ്റായി കിട്ടും. നിങ്ങളുടെ സൈൻ അവിടെ ഇട്ട ശേഷം അത് കടയിൽ വിൽക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, അതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. മാസം പ്രോഫിറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. ഒരു 1000 അല്ലെങ്കിൽ 200, 300, 500 പേജിൻ്റെ ഒരു ബുക്ക് എഴുതി കൊടുത്തെങ്കിൽ, അല്ലെങ്കിൽ വെബ്സൈറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൈസയാണ് ഗൈസ് കേട്ടോ. ഓക്കെ, പിന്നെ കോഡിങ് വഴി അതായത് ലൈഫ് ഇൻട്രാക്ഷൻസ് ആവാൻ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നല്ല കോഡിങ് ആയിട്ട് പഠിച്ച ഒരാൾ നിങ്ങളുടെ കോഡിങ് നല്ല പബ്ലിഷായി, അപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഇല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ ABC കോഡേഴ്സ് അല്ലെങ്കിൽ വിജയ് കോഡേഴ്സ് പോട്ടെ, ABC കോഡേഴ്സ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ABC കോഡേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. UK, സ്വിറ്റ്സർലാൻഡ്, പിന്നെ ദുബായ്, USA, ഇന്ത്യ, അങ്ങനെ മൾട്ടിപ്പിൾസ് ഓഫ് രാജ്യങ്ങളിൽ എനിക്ക് കുട്ടികളുണ്ടാവും. അപ്പോൾ കുട്ടികളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇതൊരു സ്ക്രീനാണ് വിചാരിച്ചോ. ഈ സ്ക്രീനിൽ എല്ലാ രാജ്യങ്ങളിലുള്ള കുട്ടികൾക്ക് എനിക്കിവിടെ കാണാൻ പറ്റും ഒരേ ടൈമിൽ. 100, 1000, 200, 2000, 20,000 രാജ്യങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ എൻ്റെ അടുത്ത് ലൈവ് ഇൻട്രാക്ഷൻ ആയിട്ട് കുട്ടികളെ സംസാരിക്കാൻ പറ്റും. കുട്ടികളുടെ ആ ഒരു കുട്ടികളുടെ ഫേസ് അനുസരിച്ചിട്ട് നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ പറയുന്നത് കോഡിങ്ങിൽ മെയിനായിട്ട് ഉപയോഗിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് കോഡിങ് വെച്ചറിയാം ആപ്ലിക്കേഷൻസ്, പിന്നെ ഗെയിംസ്, വെബ്സൈറ്റ്സ്, പിന്നെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഏത് തരം വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെയിലാണ്. പിന്നെ ഏത് ടൈപ്പിലുള്ള ആപ്പ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ആപ്പിൻ്റെ കാര്യം പറയണമെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഇപ്പോൾ ഇതൊരു നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യം, അതായത് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു IQ ഗെയിംസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആപ്പായിട്ട്. അപ്പോൾ ഗെയിംസ് എന്ന് പറയാം, ആപ്പ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ആപ്പ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിലുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ അതിനു മുമ്പ് ഞാൻ ബുക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ, അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബുക്കിൻ്റെ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ബുക്കല്ല, യൂട്യൂബ് ചാനലിൽ, അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ പല രാജ്യത്ത് സഞ്ചരിച്ച് വ്ളോഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടുത്തെ നേച്ചർ, കൾച്ചർ, ഫുഡ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു ബുക്കിൽ ഉൾപ്പെടുത്താം. 200-500 പേജ് എഴുതി ആ ഒരു വെബ്സൈറ്റ് പഠിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും, നല്ല പബ്ലിഷ് ആവുകയും ചെയ്യും. അത് കൂട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു വെബ്സൈറ്റ്. അതായത് ലവ്ലി എന്ന് പറഞ്ഞ ഒരു ബോക്സ് വരും, അവിടെ ടൈപ്പ് ചെയ്ത ശേഷം കുട്ടികൾക്ക് ആഗ്രഹമുള്ള ഒരു ടൈപ്പ് ചെയ്ത ശേഷം വെബ്സൈറ്റ് ക്രിയേറ്റ് ആവും, ആ ഒരു പിക്ചർ ക്രിയേറ്റ് ആവും.
എന്നിട്ട് താഴെ തന്നെ ഹിസ്റ്ററി ഇരിപ്പുണ്ട്. അതായത് നിങ്ങളുടെ കുട്ടി എപ്പോൾ ടൈമിൽ ഏത് സമയത്ത് ഏത് വർഷങ്ങളിൽ ആ ഒരു ഫോട്ടോ അതായത് ആ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഏത് തരം പിക്ചറാണ് ജനറേറ്റ് ചെയ്യുന്നത്, ആ ടൈം ഡേറ്റ് ഡേ അതെല്ലാം ആ ഒരു ഹിസ്റ്ററിക്കകത്ത് അറിയാൻ പറ്റും. പിന്നെ അത് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിക്കകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്പിനകത്തോ സേവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ മറ്റേ USB അത് കണക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് അത് ആ ഒരു പിക്ചേഴ്സ് പെൻഡ്രൈവിനകത്തോ അതിനകത്തൊക്കെ കണക്ട് ചെയ്ത് അത് ഇങ്ങോട്ട് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് കോഡിങ് ഈസ് എ യൂസ്ഫുൾ ലാംഗ്വേജ് എവർ. അതായത് കോഡിങ് എന്ന് പറയുന്നത് ഒരു എനിബഡിക്കൽ കോഡ് ലാംഗ്വേജ് ആണ്. ഇസ് കോഡ് എനിബഡിക്കൽ കോഡ്, അതായത് എനിബഡി ക്യാൻ കോഡ്, അതായത് എനിബഡി ക്യാൻ കോഡ്. ഓക്കെ, ആർക്കും വേണമെങ്കിൽ കോഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഒരു വലിയൊരു പ്രത്യേകത. ഇവിടെ കൊതുകുണ്ട് ഗേസ് കേട്ടോ. ഈ കൊതുകിനും കോഡിങ് പഠിക്കണമെന്ന് തോന്നുന്നു ഗേസ് കേട്ടോ. ഓക്കെ, ഭയങ്കര ശല്യമാണ് ഗേസ് കൊതുക് ഗേസ് കേട്ടോ. കൊതുക് കണ്ടോ ഗേസ്, കൊതുകിന് സമയത്തും കോഡിങ് പഠിക്കണം. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കണം. ഒരു ചെറിയൊരു വസ്തു, ചെറിയൊരു കുട്ടിക്ക് സമയത്ത് ചെറിയൊരു കൊതുകിന് സമയത്ത് പഠിക്കാൻ പറ്റും. എന്താണ് നിങ്ങളുടെ കുട്ടികൾക്ക് പഠിച്ചാൽ ഓക്കെ. കോഡിങ് പഠിക്കണം. ഇന്ന് തൊട്ട് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് സമയമായി. എന്നാലും നാളെ തൊട്ട്, നാളെ സൺഡേ ആണ്, നാളെ ഈസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ശരിയാക്കി ആഘോഷിച്ചോ. ഓക്കെ, അപ്പോൾ എന്നാലും നാളെ തൊട്ട് കോഡിങ്ങിന് പഠിക്കാനിരുന്നു ഗേസ് കേട്ടോ. അപ്പോൾ ഞാൻ പേരൻസിന് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടി പഠിക്കാൻ മടി കാണിച്ചെങ്കിൽ എന്നെ റീസെൻ്റായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഗേസ് കേട്ടോ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയ നമ്പർ എന്ന് പറയുന്നത് 000###. ഓക്കെ, വിളിച്ചാൽ മതി. അതായത് മറ്റേ ഇത് ബാർബി ഫോൺ അതിൽ വിളിച്ചാൽ മതി ഗേസ് കേട്ടോ. ഓക്കെ, ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നതാണ് ഗേസ് കേട്ടോ. ഓക്കെ, ഞാൻ വിളിക്കുന്നതാണ് ഗേസ് കേട്ടോ. ഞാൻ നിങ്ങളെ ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യാം ഗേസ്. ഓക്കെ, എൻ്റെ നമ്പർ #000##. ഓക്കെ, ഇതാണ് എൻ്റെ നമ്പർ. ഉറപ്പായിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്യുക ഗേസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനൊരു ടൈമിങ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗേസ് കേട്ടോ. എൻ്റെ കോൾ പറഞ്ഞ് ഞാൻ ഇച്ചിരി ബിസി ആയിരിക്കും ഗേസ് കേട്ടോ. എനിക്ക് കുറേ ബിസി, ഞാൻ ഭയങ്കര തിരക്കാണ് ഗേസ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ ഭയങ്കര സീരിയസ് ആണ് ഗേസ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും ഗേസ് കേട്ടോ. ആ സമയത്ത് ഞാൻ വെക്കട എന്നും പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടൈമിങ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഗേസ് കേട്ടോ. ഓക്കെ, പിന്നെ 10 മണിക്ക് പിന്നെ കോൺടാക്ട് ചെയ്യരുത്. കാരണം ഞാൻ ആ ടൈമിൽ ഉറങ്ങുന്ന ടൈമാണ്. ആ ടൈമിൽ ഞാൻ ഭയങ്കര ബിസിയാണ് കേട്ടോ. ഉറങ്ങിയെങ്കിലും ഞാൻ ആ ഒരു വർക്ക് പൂർത്തിയാക്കും. അതാണ് എൻ്റെ വർക്ക്. അതായത് എൻ്റെ കണ്ണ് അടഞ്ഞിരുന്നെങ്കിലും ആ ഒരു വർക്ക് പൂർത്തിയാക്കും. അതാണ് എൻ്റെ ആ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ കോഡിങ്ങിന് ലാപ്ടോപ്പാണ് ഉള്ളത്. ലാപ്ടോപ്പ് മാക്ബുക്ക് ആണ്, കമ്പാക്റ്റ് ആണ്. വിൻഡോസ് അത്ര നല്ലതല്ല കൊതുക്. ഓക്കെ, വിൻഡോസ് അത്ര നല്ലതല്ല. മാക്ക് തന്നെ ചൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, കോഡ് വെച്ച് നമുക്ക് റോബോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതൊരു മനുഷ്യനാണ് വിചാരിച്ചോ, ഞാൻ ഒരു കോഡ് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഞാൻ മറ്റേ ആർഡുയിനോ അതൊക്കെ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് വയസ്സൊക്കെ ഉപയോഗിച്ച് ഞാൻ ഈ ഒരു കോഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു മനുഷ്യനെ വെച്ചു പയ്യെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരു കോഡ് കൺട്രോൾ ചെയ്തു. കണ്ടോ, ഒരു കോഡ് ഇങ്ങനെ ബാക്കി ഫോർവേഡ്, അടുത്ത കോഡ് ബാക്ക്വേഡ്, പിന്നെ റൈറ്റ് ലെഫ്റ്റ് എന്നിവ, പിന്നെ ജമ്പ്, സ്കിഡ്, പിന്നെ സ്ലീപ്പ്, അങ്ങനെയൊക്കെ കുറേ കോഡ്സ് നമുക്ക് ക്രിയേറ്റ്. അതായത് നമ്മൾ റോബോട്ട്സിന് തന്നെ നമ്മൾ ലാപ്പ് വഴി ക്രിയേറ്റ് ചെയ്യാം. സെൻസേഴ്സ് ഘടിപ്പിക്കുക. അതായത് ഇപ്പോൾ ഇതിൽ നമ്മൾ സെൻസേഴ്സ് ഘടിപ്പിച്ച് പിന്നെ നമ്മൾ ഇത് ടച്ച് ചെയ്യുമ്പോൾ സൗണ്ട് അടിക്കും. എന്ന് സൗണ്ട് അടിക്കും ഗേസ് കേട്ടോ. അത് നമ്മൾ ഇവിടെ സെൻസർ ഘടിപ്പിച്ച ഗേസ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ അതായത് ഞാൻ ആർഡുയിനോട് ആ കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു. പിന്നെ അൾട്രാസോണിക് സെൻസർ, അതായത് നമ്മൾ ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ സൗണ്ട് അടിക്കുന്ന ബസർ. അപ്പോൾ ഇതിനൊക്കെ കോഡിങ്ങും ആവശ്യമാണ് ഗേസ് കേട്ടോ. ഈ കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആർഡുയിനവും പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ ഗേസ് കേട്ടോ. ഇല്ലെങ്കിൽ പ്രവർത്തിക്കാതെ പറ്റത്തില്ല ഗേസ് കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത്
അപ്പോൾ ഈ ഒരു 2 മാസം വെക്കേഷന് ഒരു സൺഡേ ഞാൻ സ്ക്രീൻ ടൈം അത്ര അധികം വർദ്ധിക്കുക എന്ന് പറയുന്നില്ല. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾ കുട്ടികൾക്ക് ആദ്യം ബേസിക്സ് പറഞ്ഞു കൊടുക്കുക. പിന്നെ കുട്ടികൾക്ക് ബേസിക്സ് പറഞ്ഞു കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് സ്ക്രീൻ ടൈമിൽ ഞാൻ ലവ്ലി ആയിരിക്കും ബെസ്റ്റ്. ആദ്യത്തെ നിങ്ങളുടെ കുട്ടികൾക്ക് ഈസി ആയിട്ടൊരു കുട്ടിയുടെ മനസ്സിൽ വരുന്ന ആ ഒരു പിക്ചറിൻ്റെ ആ ഒരു ടൈറ്റിൽ സെർച്ച് ചെയ്യുക, അവിടെ എൻ്റർ ചെയ്താൽ എന്താവും, നിങ്ങൾക്ക് ആ ഒരു ഇമേജ് ക്രിയേറ്റ് ആവും. പിന്നെ കുട്ടി എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എത്ര ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഹിസ്റ്ററി വഴി കാണാൻ പറ്റും ഗൈസ് കേട്ടോ. അത് വേണമെങ്കിൽ USB-യിൽ സേവ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ, പേരൻസിൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കാനുണ്ടെങ്കിൽ ആ USB ലാപ്പിലോ ഇല്ലെങ്കിൽ OTG വഴി മൊബൈലിൽ കണക്ട് ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണിക്കപ്പെടുക. ഇതാണ് എൻ്റെ കുട്ടി ക്രിയേറ്റ് ചെയ്ത വീഡിയോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, കോഡ് വഴി വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 6 ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, ഒരു വീഡിയോ ഉണ്ട്, അതെൻ്റെ കുട്ടി ക്രിയേറ്റ് ചെയ്തു. ഇതാ കണ്ടോ, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഷോ ഓഫ് എടുക്കാൻ പറ്റും കേട്ടോ, കോഡിങ് ലാംഗ്വേജ് വഴി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കുന്ന. ഒരെണ്ണം ജാവ, CSS, പിന്നെ വരുന്നത് HTML. ഈ 3 കാര്യങ്ങളാണ് അറിയിക്കുക, ജാവ, CSS, HTML. ഓക്കെ, ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. കോഡിങ് ഈസ് വെരി ഈസി ദാൻ അതേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് ആഴത്തിൽ പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഒരു ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ട് തന്നെ കമൻറ്റ് ഇടുന്നതായിരിക്കും. പിന്നെ ഇങ്ങനത്തെ മോർ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി, PJ79113. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിനകത്ത് ഞാൻ ഇനി കുറച്ച് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനിയും യൂട്യൂബിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ മോർ എണ്ണ ഇട്ടാൽ മതി ഗസ് കമൻറ്റിനകത്ത്. ഞാൻ ഉറപ്പായിട്ട് തന്നെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും ഗസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ like, share, subscribe. Papa, this is Vijay signing off.